ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ സാഹിത്യോത്സവത്തിന്റെ വേദിയിൽ നിൽക്കാൻ തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യം സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ സുദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കൊച്ചു കഥ പറഞ്ഞു തരാം. കഥ എന്ന് പറഞ്ഞാൽ കഥകളൊന്നുമല്ലോ. അങ്ങ് കഅബ ഷരീഫിന്റെ പരിസരം. അവിടെ അതാ ഒരു ആൾക്കൂട്ടം. അവർ കാര്യമായി എന്തോ ചർച്ചയിലാണ്. സംഗതി എന്താണെന്നോ, നിർമ്മിക്കാനായി മാറ്റിവെച്ച ഹജറുൽ അസ്വദ് അതിന്റെ യഥാസ്ഥാനത്ത് കൊണ്ടുപോയി വെക്കണം. ആന വെക്കുന്നത് ചർച്ച തർക്കത്തിലേക്കെത്തി. അപ്പോഴാണ് അവിടേക്ക് ഒരു സുന്ദരനായ ബാലൻ കടന്നു വരുന്നു. ആരാണത്? അൽ അമീൻ, അൽ അമീൻ. എല്ലാവരും വിളിച്ചു കൂവി. വിവരമറിഞ്ഞ ആ ബാലൻ എന്ത് ചെയ്തെന്നോ, തന്റെ തോളിലുണ്ടായിരുന്ന മുണ്ടെടുത്ത് നിലത്തു വിരിച്ചു. ഹജറുൽ അസ്വദ് അതിലേക്ക് കയറ്റി വെച്ചു. എന്നിട്ട് കഅബയുടെ 4 ഭാഗത്തുമുള്ള നേതാക്കളെ വിളിച്ച് 4 മൂലകളിലായി പിടിക്കാൻ പറഞ്ഞു. അവർ അത് പിടിച്ചു കൊണ്ടുപോയി. ആ ബാലൻ അതെടുത്ത് ഹജറുൽ അസ്വദിന്റെ യഥാസ്ഥാനത്ത് വെച്ചു. വലിയൊരു പ്രശ്നത്തിന് വഴിയൊരുക്കുമായിരുന്ന കാര്യം വളരെ ഈസിയായി ആ ബാലൻ കൈകാര്യം ചെയ്തു. ആ ബാലൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, അൽ അമീൻ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയും തമ്മിൽ അടുപ്പിക്കാനല്ല, ജനങ്ങൾക്കിടയിൽ സ്നേഹവും സാഹോദര്യവും വളർത്താനും സത്യസന്ധനായി ജീവിക്കാനും മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നാം നിത്യജീവിതത്തിൽ മുത്തുനബിയെ മാതൃകയാക്കുകയും തിരിച്ചറിയകൾ പിൻപറ്റു ജീവിക്കുകയും ചെയ്താൽ നാളെ പരലോകത്ത് സ്വർഗം നേടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. LP വിഭാഗം